ഏഴാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ 2025 നവംബർ 28-29 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം മരിയൻ ഓട്ടോണമസ് കോളേജിൽ വെച്ച് സംഘടിപ്പിക്കും. ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങ് നവംബർ 28 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. സമ്മേളനം MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ CT അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. ജയരാജ് ഫൗണ്ടേഷനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന് ശേഷം നടത്തുന്ന ആദ്യ റെയിൻ ഫെസ്റ്റിവലാണ് ഇത്തവണത്തെ പതിപ്പ്. കുട്ടിക്കാനം മരിയൻ കോളേജിലെ മാധ്യമ പഠന വിഭാഗം ആതിഥേയത്വം വഹിക്കും. പ്രകൃതി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ മുഖ്യ വിഷയമാക്കി നടത്തുന്ന അന്തർദേശീയ ചലച്ചിത്രമേളയായ റെയിൻ ഫെസ്റ്റിവൽ ഇതിനകം തന്നെ രാജ്യാന്തര തലത്തിൽ പ്രാധാന്യമാർജിച്ചിരിക്കുകയാണ്. സംവിധായകൻ ജയരാജ് സാറിന്റെ നേതൃത്വത്തിലുള്ള ജയരാജ് ഫൗണ്ടേഷനും ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ, പ്രത്യേകിച്ചും NSS കുട്ടികൾ നടത്തുന്ന ഒരു ഫിലിം ഫെസ്റ്റിവല്, ആ ഫിലിം ഫെസ്റ്റിവല് ഈ കോളേജിൽ ഒരുക്കാൻ സാധിച്ചത് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗീകാരമായിട്ട് കണക്കാക്കുന്നു. നാളെയും നാളെ കഴിഞ്ഞുമായിട്ട് നടക്കുന്ന ഈ ഫിലിം ഫെസ്റ്റിവലിൽ എൻ്റെ പ്രത്യേകത NSS യൂണിറ്റിലുള്ള കുട്ടികൾ തന്നെ ഈ ഫിലിമെല്ലാം അണിയിച്ചൊരുക്കുന്നതിന് അതിൻ്റെ സംവിധാനവും രചനയും മറ്റെല്ലാ കാര്യങ്ങളും ഈ കുട്ടികൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധയേകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജയരാജ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ മലയാള സിനിമയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകരിൽ ഒരാളായ ജയരാജ് സാറുമായി ചേർന്ന് ഈ പരിപാടി നടത്തുന്നത് കോളേജിന് ലഭിച്ച ഏറ്റവും അംഗീകാരമായി കണക്കാക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡിസർട്ടിഫിക്കേഷൻ നിരീക്ഷക പദവി നേടിയ ജയരാജ് ഫൗണ്ടേഷനാണ് മരുഭൂമീകരണവും ഭൂനാശവും തടയുന്നതിനുള്ള UNCCD-യുടെ ലക്ഷ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായ ബേർഡ് ഫോറസ്റ്റ് പ്രോജക്ട് സംസ്ഥാനത്തെ കോളേജുകളിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരികയാണ്. വിദ്യാർത്ഥികളിൽ പ്രകൃതി ചൈതന്യം വളർത്താനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ ഫെസ്റ്റിവൽ വലിയ പങ്കുവഹിക്കുമെന്ന് സംഘാടകർ വ്യക്തമാക്കി. 1000-ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പം അതിനുള്ള സൗകര്യങ്ങൾ അവർ താമസിച്ച് സിനിമ കാണുകയും സിനിമ ഡിസ്കസ് ചെയ്യുകയും, അതുപോലെ തന്നെ 3 മാസ്റ്റർ ക്ലാസ് ഉണ്ട് സിനിമ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ. ഒന്ന് കവി ശിവപ്രസാദ് സാറാണ്, അദ്ദേഹമാണ് ജൂറി ചെയർമാൻ. പിന്നെ ഞാനൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ വിനോദ്, സൗണ്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുള്ള വിനോദ്, അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ മാസ്റ്റർ ക്ലാസ് 3 ഉണ്ട്. അതുപോലെ തന്നെ പക്ഷി വനം എന്നുള്ള കോൺസെപ്റ്റ് ബേർഡ്സ് ക്ലബിൻ്റെ ഏറ്റവും വലിയ ആശയം, അതിനെക്കുറിച്ചുള്ള ഒരു വലിയ ഒരു ഡിസ്കഷനും ബോധവൽക്കരണമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രോഗ്രാം ഉള്ളതുകൊണ്ട്, പിന്നെ കൾച്ചറൽ പ്രോഗ്രാമുണ്ട്. NSS വോളണ്ടിയേഴ്സും അതുപോലെ എല്ലാവരും കുട്ടികളെല്ലാം ചേർന്നിട്ടുള്ള വിവിധ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. എക്സിബിഷനുണ്ട്, 2 എക്സിബിഷനുണ്ട്. അത് ഒന്ന് ഫോട്ടോഗ്രാഫി എക്യുപ്മെൻസിൻ്റെ എക്സിബിഷനാണ്, പിന്നെ മറ്റൊന്ന് നേച്ചർ ഫോട്ടോഗ്രാഫിയുടെ ലാൻഡ്സ്കേപ്പിൻ്റെ എക്സിബിഷനാണ്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം അത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡയറക്ടർ ജയരാജ്, ജനറൽ കൺവീനേഴ്സ് ആയ ഡോക്ടർ ഹരി RS, ഫാദർ സോബി തോമസ്, ഡോക്ടർ ഷീല S, മീനു P തോമസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.